ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്താലോ. സോ മെനി ഓഫ് യു ആസ്ക് മീ ടു ഡു എ കുക്കിംഗ് വ്ളോഗ്, ബട്ട് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. യൂഷ്വലി ഞങ്ങൾ വീക്കെൻഡിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ആഹാരമായിരിക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വല്ലപ്പോഴും നെയ്ച്ചോറോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ, അല്ലെങ്കിൽ കേരള ഫുൾ മീൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ഐ മേക്ക് എ വ്ളോഗ്, റൈറ്റ്. വളരെ ആഡംബരമായൊരു വിഭവമൊന്നും അല്ല, ബട്ട് എൻ്റേതായ രീതിയിലാണ് ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മലബാർ സൈഡിലോട്ട് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന അരി കൈമ ജീരകശാല അരിയാണ്, വളരെ ചെറിയൊരു അരി. അതാണിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നതും. ഓൾറെഡി ഞാനൊരു 3 കപ്പ് അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. സോ ആദ്യമായിട്ട് ഉള്ളി, അത്യാവശ്യം ഞാൻ നെയ്ച്ചോറും വയ്ക്കുവാണ്, അതിനോടൊപ്പം തന്നെ ചിക്കൻ കറിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചു. നമ്മൾക്കിവിടെ പച്ചമുളക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, അപ്പോൾ ഇത്തവണ പച്ചമുളകില്ല. അതുപോലെ ചിക്കനും, വലിയൊരു പോർഷൻ ചിക്കനും വെട്ടി വെച്ചിട്ടുണ്ട്. സോ ഐ എം ഗോണ മേക്ക് എ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി. ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അത്യാവശ്യത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട സ്പൈസസ് നമുക്ക് ചേർക്കാം. കുറച്ച് ഗ്രാമ്പൂ, 2-3 ഏലക്കായ, പട്ടയാണ് 2 വലിയ പീസ്, ബേ ലീഫ്, ഇതിനെന്താ മലയാളത്തിൽ പറയാമെന്ന് എനിക്കറിയില്ല. ജാതിപത്രിയാണോ അല്ല, ഇനി സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം. ജാതിപത്രി, പിന്നെ കുരുമുളക് നെയ്യ്. ഈ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നമ്മുടെ ചിക്കൻ ഉള്ളത് ആയിട്ടുണ്ട്. സോ അതിലേക്ക് നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നല്ല കോക്കനട്ട് ഓയിലാണ്. പൊതുവേ ഞങ്ങൾ കേരള ഡിഷൊക്കെ വെക്കുന്ന സമയത്ത് കൂടുതലും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെയിം സ്പൈസസ് വേണ്ടി വരും. ഇതിനാണെങ്കിൽ നമ്മൾ പെരുംജീരകം കുറച്ചധികം ഇട്ട് കൊടുക്കും. പെരുംജീരകം, പിന്നെ ഈ പറഞ്ഞ എല്ലാ സ്പൈസും, കുറച്ച് ഗ്രാമ്പൂ, പട്ട, കുറച്ച് ബേ ലീഫ്, നമ്മൾ ചെറിയ ജീരകം ഇട്ടുന്നു, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് കേട്ടോ.
അത്യാവശ്യം നല്ലോണം കറിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കൻ കറിയിലേക്ക് വേണ്ട ഉള്ളി, ഒരു 2 വെല്ലുള്ളി വേണം. ഉള്ളി നല്ലോണം വഴണ്ട് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും എന്ന് മമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതങ്ങനെ ഇരിക്കട്ടെ. ഇത് ഏകദേശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി. അപ്പം ഞാൻ ബേസിക്കലി കുക്കറിലാണ് നെയ്ച്ചോറ് വയ്ക്കുന്നത്. ചിക്കൻ കറി അതിൽ കേട്ടോ. എൻ്റെയൊക്കെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒന്നും നോക്കാതെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യം പറയുന്നത് ബിരിയാണിയാണ്. സോ ഞാൻ നെയ്ച്ചോറ് വയ്ക്കുന്ന സമയത്ത് എപ്പോഴും അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ ആഡ് ചെയ്യും. ഒന്ന് ഒരു നല്ലൊരു കളറ് കിട്ടും. വളരെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. കുറച്ച് ഞാൻ അപ്പോഴേ ഇഞ്ചി ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുവാണ്. ഉള്ളി ഒരു പാകത്തിന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേണ്ട മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി 2 ടീസ്പൂൺ, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല അമ്മ അരച്ച് തന്നതാണിത്. ഞാൻ കുറച്ചധികം 1 സ്പൂണ് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ. ഇതെൻ്റെ ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ. ആൻഡ് അതിൻ്റെ കൂടെ എൻ്റെ കാശ്മീരി മുളക് പൊടിയും കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു സ്പൂൺ. കുരുമുളക് പൊടി, ഏകദേശം 1 സ്പൂൺ കണക്കിന്. ഈ കാണുന്ന എല്ലാ സ്പൈസസും വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. ഇപ്പോൾ ഒരു മോർ ദാൻ 8 months ആയി. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോഴും റീഫിൽ ചെയ്യാൻ നമുക്ക് ബാക്കപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് സാധനം ഈ ഗരം മസാലയാണ്. ഭയങ്കര സ്ട്രോങ് ഗരം മസാലയാണത്. സോ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറിയെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ നെയ്ച്ചോറിൽ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ആഡ് ചെയ്യാം.
കൃത്യം അളന്നാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിയുണ്ട്. ഇതാണ് നമ്മുടെ ജീരകശാല അരി. വളരെ ചെറിയ അരിയാണ്. പ്രത്യേകിച്ച് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നല്ല ഞാൻ എൻ്റെ സ്റ്റൈലിൽ ബിരിയാണി വയ്ക്കുമ്പോൾ ഞാൻ ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. രാഹുലിൻ്റെ സ്റ്റൈലിൽ വയ്ക്കുന്ന സമയത്ത് വലിയ ബസ്മതി അരിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇട്ട് കൊടുക്കും. ഈ ബിരിയാണി അരി ഇട്ടതും എന്താ മണമെന്നറിയാം. തരത്തിലുള്ള അരികൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ജീരകശാല അരി പൊതുവെ ബിരിയാണിക്കും നെയ്ച്ചോറ് വയ്ക്കാനും ഉപയോഗിക്കും. അതുപോലെ നീണ്ട ബസ്മതി അരി ഞങ്ങൾ മന്തി വയ്ക്കാനും ഫ്രൈഡ് റൈസ് വയ്ക്കാനും പിന്നെ പലപ്പോഴും മറ്റേ ഒരു തെക്കൻ കേരള സ്റ്റൈലിലൊക്കെ ഉള്ള ബിരിയാണി വയ്ക്കാനും ഉപയോഗിക്കും. പിന്നെ നമുക്കിവിടെ ബോധന അരി പോലെ ഒരു വലിയൊരു ഗുണ്ടുമണി അരി കിട്ടും, വൈറ്റ് റൈസ്. അത് എല്ലാ ദിവസവും ചോറ് വയ്ക്കാൻ ഉപയോഗിക്കും. പിന്നെ മട്ട അരി ഉപയോഗിക്കാറുണ്ട്. അത് വല്ലപ്പോഴും ഇടയിലൊക്കെ. കാരണം മട്ട അരി വേവാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കില്ല. അതുപോലെ ഞങ്ങളിപ്പോൾ വീക്കിലി അങ്ങനെ ചോറ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. വീക്കിലി വൺസ് മാത്രമേ നമ്മൾ ചോറ് കഴിക്കാറുള്ളൂ. ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇവിടുത്തെ ചിക്കൻ അധികം വേവില്ല. ഒരു 5 മിനിറ്റ്സ് 7 മിനിറ്റ്സിനകത്തൊക്കെ ഇത് കുക്കാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനത് വേവിച്ചെടുക്കും. ഓക്കെ. അതുപോലെ ഇനി നെയ്ച്ചോറിന് വേണ്ട വെള്ളം. ഇപ്പോൾ ഞാനിതിലേക്ക് 3 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് ഒരു 4.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നില്ല. അടപ്പിന് എന്തോ ഒരു ചെറിയ പ്രശ്നം. സോ ഐ ഡിസൈഡഡ് ടു കുക്ക് ഇറ്റ്, തുറന്ന് വെച്ച് വേവിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണം. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഞാൻ വെള്ളവേ ഒഴിച്ചില്ല കേട്ടോ. പക്ഷേ നോക്കി അടച്ച് വെച്ച് വേവിച്ചപ്പോൾ ഏകദേശം ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമായിട്ടുണ്ട്. സോ അതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ. അതിനുവേണ്ടി ഞാൻ തുറന്ന് വെച്ച് വേവിച്ചിരിക്കുക. കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇവിടെ നമ്മുടെ ഈ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നല്ല വേവ്. ഇതിൻ്റെ ഉപ്പൊന്ന് ഞാൻ നോക്കട്ടെ. ഓ പെർഫെക്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്നെ വെച്ച് കറക്കി, ഞാൻ എന്നെ ഹൈ എന്തായാലും കൊള്ളാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് വെച്ച് വേവിക്കട്ടെ. ഞാനിത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു വീഡിയോ പോയി എഡിറ്റും ചെയ്തു, ഒരു പോസ്റ്റും ചെയ്തു. ആൻഡ് ഞാൻ പുതിയതായിട്ട് ഇപ്പം LTKയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ലോഞ്ച്ഡ് മൈ ന്യൂ അക്കൗണ്ട് ഓൺ LTK. അവിടെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ഈ കമ്മൽ, ഈ മാല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഡെക്കോസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും ലിങ്കുകൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ when I started being like posting consistently on all the social medias, എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ മാല എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ ഹെയർ കേർലി ചെയ്യുന്ന സാധനം എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ബ്ലൂ ഡ്രൈ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഞാൻ കുടിക്കുന്ന മഗ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെയായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് ബീൻ വെയിറ്റിംഗ് ഫോർ LTKയുടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് ഇറ്റ്. സോ ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഇപ്പോൾ അതിനകത്ത് നമ്മളുടെ ഇവിടുത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ എവിടെയൊക്കെയാണ് സെയിലുള്ളതെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇഫ് യു ആർ ന്യൂ ഹിയർ, ജസ്റ്റ് ലെറ്റിംഗ് യു നോ. സോ അതിനകത്ത് പോയിട്ട് അതൊരു ജസ്റ്റ് ഒരു ആപ്പാണ്. LTK ഡൗൺലോഡ് ചെയ്തിട്ട് യു ക്യാൻ ഫോളോ മീ ഓൺ ദർ. സോ ഞാൻ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയസിലും ഓരോരോ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറഞ്ഞ പോലെ ഇടുന്ന ഡ്രസ്സിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഇവിടെ കാണുന്നതായിരിക്കും ഗൈസ്. സോ ഷോ സം ലവ്. സോ അതൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു.
ഫൈനലി ഇതാണ് നമ്മളുടെ നെയ്ച്ചോറും ചിക്കനും. കുറച്ച് എന്താ റണ്ണി ആയിട്ടാണ് കറിയുള്ളത്. കുറച്ചുകൂടി ഞാനതൊന്ന് ഡ്രൈ ആക്കും. ബട്ട് ഇപ്പോൾ തന്നെ ഈ പാകത്തിനൊക്കെയാണ് നമ്മൾ എന്താ നാട്ടിലൊക്കെ കുറച്ച് ചിക്കൻ കറി കുറച്ചൊന്ന് റണ്ണി ടൈപ്പാണ് വയ്ക്കുക. പക്ഷെ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. സോ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് കഴിച്ച് കൊതിപ്പിക്കാൻ പോവാണ്. അയ്യോ ചൂട്. ഓക്കെ, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പെർഫെക്റ്റ് കുക്കൊന്നും അല്ല. എല്ലാം ഇങ്ങനെ എന്താ കൈയളവാണെന്ന് പറയില്ല, അതുപോലെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞെന്ന് ചെയ്തെന്ന് മാത്രം. ഇതെന്തായാലും നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കനൊക്കെ ഭയങ്കര വെന്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ അധികം വേവ് ആവശ്യമില്ല. ബട്ട് കുറച്ച് വലിയ പീസായി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഇട്ട് വേവിച്ചിട്ടുണ്ട്. ബട്ട് അപ്പോൾ എന്തായാലും ഞാനിത് പോയി കഴിച്ച് കഴിയട്ടെ. അപ്പം എന്തായാലും എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ അടുത്ത് 5K ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് വൺ ഓഫ് യു. വലിയ ചുവടുപടികളിലേക്ക് ഉള്ള ഒരു വലിയ സക്സസ്സുകളിലേക്കുള്ള ചെറിയ ചുവടുപടികളാണ് ഓരോന്നും. അപ്പോൾ എനിക്ക് ഓരോ കെയും അല്ലെങ്കിൽ ഓരോ ഫോളോവേഴ്സും ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ സമയം മാറ്റിവെച്ച് 1 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 2 മിനിറ്റ് വീഡിയോ കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് താങ്ക്സ്. ഈ വീഡിയോൻ്റെ ഈ ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബിഗ് താങ്ക് യു. അപ്പം എന്തായാലും ഞാൻ പോയി ഇതൊക്കെ കഴിച്ചിട്ട് വരാം. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ